ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. UN രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വത്തിനായുള്ള പ്രചാരണത്തിന് തുടക്കം കുറിച്ച് ഇന്ത്യ. അസ്ഥിരത നിറഞ്ഞ ആഗോള സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് നിർണായകമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026ന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിൽ നിർവഹിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികളുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിൽ എത്തിച്ചു. സംസ്കാരം നാളെ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. ഫിഫ ലോകകപ്പ് സെമിഫൈനൽ ആദ്യ മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വാർത്തകൾ വിശദമായി. UN രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വത്തിനായുള്ള പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ച് ഇന്ത്യ. ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ആഗോളതലത്തിൽ സംഘർഷങ്ങളും അസ്ഥിരതയും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് വളരെ നിർണായകമാണെന്ന് അദ്ദേഹം പറഞ്ഞു. As a candidate, it is natural that member states would like to understand what India brings to the table. One part of that is our vision of the priorities that the world and the United Nations must address. The other is a track record which enables the international community to make its own judgment. Let me address the priorities first. As we contemplate the global order, India's focus will be on working for a secure, peaceful and equitable world. 2028 മുതൽ 2 വർഷത്തെ അംഗത്വത്തിനായാണ് തിരഞ്ഞെടുപ്പ്. മുൻപ് 8 തവണ ഇന്ത്യ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗമായിരുന്നു. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും UK വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി വ്യാപാരം $100 ബില്യൺ ആക്കാനും കരാർ ലക്ഷ്യമിടുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ആഴത്തിലാക്കുവാനും ഇതിലൂടെ സാധിക്കും. 2021 മേയിലാണ് കരാർ സംബന്ധിച്ച നടപടികൾക്ക് തുടക്കമായത്. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെയുള്ള നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനപ്പെടും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026ന്റെ ഉദ്ഘാടനം കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നിർവഹിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനങ്ങളുടെ ഭാഗമായാണ് ഭാരത് ടെക്സ് മേള ആവിഷ്കരിച്ചതെന്ന് വ്യക്തമാക്കിയ കേന്ദ്രമന്ത്രി മേളയിലെ ആഗോള സാന്നിധ്യം വർദ്ധിച്ചുവരികയാണെന്നും പറഞ്ഞു. लगभग $900 बिलियन का ये मार्केट साइज है. मैं उम्मीद कर रहा हूँ जो हमने $100 बिलियन का रखा है लक्ष्य 2030, इस बार हम उसमें बड़े गुणात्मक वृद्धि देखेंगे. 90% MSME का यहाँ स्टॉल है. जिसने कभी सोचा नहीं कि हम एक्सपोर्ट करेंगे वो आज उत्साहित है. ടെക്സ്റ്റൈൽ ഫാഷൻ മേഖലയിൽ ഇന്ത്യയുടെ ആഗോള സ്വാധീനം വ്യക്തമാക്കുന്ന വിധത്തിലാണ് മേള ഒരുക്കിയിരിക്കുന്നത്. 20ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ 4 ദിവസത്തെ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഭാരത് ടെക്സ് മേളയുടെ 3ാം പതിപ്പാണ് ഇത്. വിയറ്റ്നാമിലുണ്ടായ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികളായ AC തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിൽ എത്തിച്ചു. വിയറ്റ്നാമിൽ നിന്ന് ഇന്നലെ മുംബൈയിൽ എത്തിച്ച മൃതദേഹങ്ങൾ ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, CP ജോൺ, കൊടിക്കുന്നിൽ സുരേഷ് MP എന്നിവർ മൃതദേഹം ഏറ്റുവാങ്ങി. സംസ്കാരം നാളെ കൊട്ടാരക്കര മാർത്തോമാ പള്ളിയിൽ നടക്കും. വിയറ്റ്നാം ബോട്ടപകടത്തിൽ 15 ഇന്ത്യക്കാരാണ് മരിച്ചത്. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. സ്പെയിൻ സന്ദർശനം തുടരുന്ന കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ സ്പാനിഷ് വൈസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക സഹകരണം എന്നിവയിലൂടെ ഇന്ത്യ സ്പെയിൻ സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഈ മാസം 17 വരെ നടക്കുന്ന വിദേശ പര്യടനത്തിനിടെ ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളും ശ്രീ പീയൂഷ് ഗോയൽ സന്ദർശിക്കും.
ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ മരണത്തിൽ അനുശോചനം അറിയിക്കാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ദോഹയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യ ഖത്തർ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകൾ എക്കാലവും സ്മരിക്കപ്പെടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. ഇറാനെതിരെ മൂന്നാം ദിനത്തിലും ആക്രമണം തുടർന്ന് US. അബുമുസ, ബന്ദർ അബ്ബാസ്, ബുഷീർ, ചാബഹാർ എന്നിവിടങ്ങളിലെ തീരപ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ, ഡ്രോൺ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് ഇന്നലെ രാത്രി ആക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ആക്രമണങ്ങളിൽ ആളപായം ഉണ്ടായില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള ഇറാന്റെ ശേഷി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും അമേരിക്ക അറിയിച്ചു. മറുപടിയായി ബഹ്റിനിലും ജോർദനിലും ഇറാൻ ആക്രമണം നടത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ചിരുന്ന 2 UAE ടാങ്കറുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും 6 ഇന്ത്യക്കാർ ഉൾപ്പെടെ 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പിക്കാക്സ് പർവ്വതത്തിലെ ഇറാന്റെ ആണവ കേന്ദ്രം തകർക്കുമെന്നും ഹോർമൂസിൽ ഇറാൻ കപ്പലുകൾക്ക് വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം 8 മാസം നീണ്ടുനിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസഖ്സ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്നും റോസ്കോസ്മോസ് സോയുസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. റഷ്യൻ ബഹിരാകാശ യാത്രികരായ പ്യോത്ർ ഡുബ്രോവ്, അന്ന കിക്കിന എന്നിവർക്കൊപ്പം ബുധനാഴ്ച പുലർച്ചെ 1:25 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R. സുഗതൻ വിയ്യൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ VV രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്നും പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. പ്രശസ്തമായ ആറന്മുള വള്ളസദ്യ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. വഴിപാട് വള്ളസദ്യയുടെ ബുക്കിംഗ് 490 കടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വഴിപാട് വള്ളസദ്യയിൽ ഇക്കുറി റാന്നി പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങളാണ് പങ്കെടുക്കുക. ഇതിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതുവരെയുള്ള കണക്കനുസരിച്ച് 490 സദ്യകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. വഴിപാട് വള്ളസദ്യയിൽ 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും വള്ളക്കാർ പാടിച്ചോദിക്കുന്ന മുറയ്ക്ക് 20 വിഭവങ്ങൾ വഴിപാടുകാർ വിളമ്പി നൽകുകയും ചെയ്യും എന്നതാണ് പ്രത്യേകത. സെപ്റ്റംബർ 4 അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക. ന്യൂസിലാൻഡിലെ ഓക്ലൻഡിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യ ലോകത്തിലെ 2ാമത്തെ വലിയ ബീഫ് ഉൽപാദക രാജ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവന നടത്തിയതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. നാളെ രാത്രി 12:30 നടക്കുന്ന 2ാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. മുൻപ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ള 4 ടീമുകളാണ് സെമിയിൽ ഏറ്റുമുട്ടുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന 3 തവണയും ഫ്രാൻസ് 2 തവണയും കിരീടം ചൂടിയപ്പോൾ സ്പെയിനും ഇംഗ്ലണ്ടും ഓരോ തവണ കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബെർക്കിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങളാണ് പരമ്പരയിൽ ഉള്ളത്. UK പര്യടനത്തിലെ അവസാന മത്സരത്തിൽ ഇന്ത്യൻ വനിതാ അണ്ടർ-21 ടീം ഇന്ന് ബെൽജിയത്തെ നേരിടും. ഇംഗ്ലണ്ടിലെ ലില്ലിഷാൾ നാഷണൽ സ്പോർട്സ് സെന്ററിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. UN രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വത്തിനായുള്ള പ്രചാരണത്തിന് തുടക്കം കുറിച്ച് ഇന്ത്യ. അസ്ഥിരത നിറഞ്ഞ ആഗോള സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് നിർണായകമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026ന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിൽ നിർവഹിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികളുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിൽ എത്തിച്ചു. സംസ്കാരം നാളെ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. ഫിഫ ലോകകപ്പ് സെമി ഫൈനൽ ആദ്യ മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.